ചിരിച്ചോ ചിരിച്ചോ എന്നെ നോക്കി കളിയാക്കി ചിരിച്ചോ. എൻ്റെ ഈ രൂപം കണ്ട് നിങ്ങൾ ആർത്ത് ചിരിക്കല്ലേ? ആർത്ത് ചിരിച്ചോ. മതി വരുവോളം ചിരിച്ചോ. കാരണം ഞങ്ങളാണ് ആദ്യമേ കേരളത്തിൽ ഫുട്ബോൾ ടീം പൊക്കം കുറഞ്ഞ ഫുട്ബോൾ ടീം ഉണ്ടാക്കിയത് ഞങ്ങളുടെ സംഘടനയിലൂടെ. 2 വർഷം മുമ്പ് അർജൻറ്റീനയിൽ സെലക്ഷനും കിട്ടിയതാണ്. അവിടുത്തെ പൊക്കം കുറഞ്ഞ ഫുട്ബോൾ ടീമുമായിട്ട് ഞങ്ങൾക്ക് പിന്നെ മാച്ച് കിട്ടിയതാണ്. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ പിന്നെ കോച്ചിങ്ങിന് മറ്റ് സഹായത്തിന് ആളില്ലാത്തതുകൊണ്ട് നമുക്കതിന് പോകാൻ പറ്റിയില്ല. നമുക്കൊരു വിഷമം വരുന്നൊരു പ്രശ്നം എന്നറിയാം, നമ്മളെ നോക്കി നിന്നിട്ട് അടുത്തിരിക്കുന്ന ആളിനെ എങ്ങനെ തോന്നും നോക്കി അതാണ് നമുക്ക്. നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ നമുക്കൊരു തിരിച്ചൊരു പ്രതികരണം തരത്തില്ല. ഞങ്ങളുടെ ഈ ഹൈറ്റ് ലെങ്ത് ഉള്ളതിൽ തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം ഏട്ടനെ നോക്കിക്കഴിഞ്ഞാൽ ഏട്ടന്റെ ഫിംഗേഴ്സ് പോലെ അല്ല എന്റെ ഫിംഗേഴ്സ് ഇരിക്കുന്നത്. അതേപോലെ കൈക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൈക്കും നല്ല വ്യത്യാസമുണ്ട്, കാലിന് വ്യത്യാസമുണ്ട്. അപ്പോൾ നടക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്, പിന്നെ ഹെഡിന് വ്യത്യാസമുണ്ട്. നോർമൽ പേഴ്സന്റെ ഹെഡൊക്കെയാണ് ഏട്ടനെ, പക്ഷെ എനിക്കെന്നുള്ളത് ഹെഡ് കുറച്ച് വലുതാണ്. അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അമൽ സിത്താരല്ലേ ഇപ്പൊ കല്യാണം അമൽ ഒക്കെ എന്ന് പറയുന്നത് അവര് ലോക്കോമോട്ടർ ഡിസബിലിറ്റി വരും. അവര് ഡോർഫിസം അല്ല അവര് അസ്ഥി സംബന്ധമായിട്ടുള്ള ഇതാണ്. എന്നാൽ ഡോർഫിസത്തിന്റെ പൊക്കക്കുറവിന്റെ ഇതിൽ വരുമെന്നേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നമ്മൾ ഈ പബ്ലിക് പ്ലേസസിൽ കാണുന്ന ടോയ്ലറ്റ്സ്, അപ്പം നമ്മുടെ വീടുകളിലൊക്കെ അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഹൈറ്റ് കുറച്ചുകൂടെ കസ്റ്റമൈസ് ചെയ്യും എങ്ങനെയാ? അപ്പോൾ അത് ഞങ്ങളിപ്പം താമസിക്കുന്ന ഇപ്പം ഇവിടെ ഏട്ടൻ്റെ വീട്ടിലാണ്, ബ്രദറിന്റെ ഏട്ടൻ്റെ പേര് അഖിലെന്ന. അപ്പം അഖിലേൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ നോർമൽ ഇതാ, കാരണം ഏട്ടൻ അവിടെ നിൽക്കാറില്ല. ഏട്ടൻ ഏട്ടൻ്റെ മാമന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഏട്ടൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഏട്ടനും കൂടെ അവിടെ താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവര് ആ ഒരു ഫെസിലിറ്റി അവരവിടെ ചെയ്യും. ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ക്ലോസറ്റ് തന്നെയായിരിക്കും യൂസ് ചെയ്യുക. പക്ഷെ ഞങ്ങൾ ഇനി സ്വന്തമായിട്ടൊരു വീട് വെക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് എന്താണ് എല്ലാം ഞങ്ങളുടെ. കാരണം പറഞ്ഞത് കുക്കിംഗ് എന്ന് പറഞ്ഞില്ലേ, ആള് ഇപ്പൊ ഒരു ഇത് വെക്കുമ്പോ ഇത് തിളച്ചിട്ടുണ്ടോ എന്ന് നോക്കാനെ കൊണ്ട് മറ്റൊരാളുടെ അപ്പൊ അങ്ങനത്തെ ആള് വരുമ്പോ പോലും ആളുകൾ കണക്കുണ്ടല്ലോ, അത് അതിനകത്ത് സാധനം വെള്ളം എത്രത്തോളം പറ്റിയെന്ന് നമുക്ക് നോക്കിയാലല്ലേ അറിയത്തില്ല. മറ്റാൾക്ക് പറയുമ്പോ തിളച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യം ഇപ്പൊ തുണി വാഷ് ചെയ്യുന്ന വാഷിംഗ് മെഷീന്റെ സഹായം ഇല്ലാതെ ഒരു അല്ലാതെ പിന്നെ വാഷ് ചെയ്യണമെങ്കിൽ പോലും നമ്മുടെ ഹൈറ്റിലാക്കണം. ഒരു സ്വിച്ച് ഇടുമ്പോഴ് പിന്നെ മോട്ടറിന്റെ സ്വിച്ച് ഇടുമ്പോഴ് അങ്ങനെയൊക്കെയുള്ള ഒരു ഡോറിനെ ലോക്ക് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോഴ്. അത് പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഓർമ്മ, നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളില്ലേ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ പിന്നെ ഫാൻ്റെ സ്വിച്ച്, അതേപോലെ ചാർജർ പ്ലഗ് എല്ലാം നല്ല ഹൈറ്റ്, നോർമൽ പേഴ്സണ് എത്തുന്നതിനേക്കാളും ഹൈറ്റിലാണ് അവര് എല്ലാം ചെയ്തേക്കുന്നത്. അത് കുറച്ചുകൂടെ മാറിയിട്ട് ഒന്ന് ഹൈറ്റ് കുറഞ്ഞിട്ടൊക്കെ ജസ്റ്റ് നോർമൽ പേഴ്സൺസിനും കൂടെ അവർക്കും ഡിസബിലിറ്റി പേഴ്സൺസിനും എത്തുന്ന രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതും നല്ല കാര്യമാണ്. അതെ, അവിടെയൊന്നും ആരും ഹെൽപ്പ് ചെയ്യത്തില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. നമുക്ക് വരുന്നത് വരെ നമ്മുടെ മൈൻഡിലോട്ട് ഈ പ്രശ്നങ്ങളൊന്നും കേറൂലല്ലോ. അതാണ് അല്ലേ? ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കാനും കൂടി, അല്ലെങ്കിൽ ഇതേപോലെ ഇപ്പൊ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആ ഒരാളെ തന്നെ നിയമിക്കണം, അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ലൈഫിലും അങ്ങനെ ഇതൊക്കെ എടുക്കുവാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞതിലോട്ട് ഓക്കെ ആയിരുന്നു. എന്നുവെച്ചിട്ട് നോർമലി ഒരാളുടെ സ്വീകരിച്ചതുകൊണ്ടൊന്നും ഓക്കെ ആവത്തില്ല. നമ്മളെ പോലെ ഒരാൾക്ക് കൂടുതൽ നമ്മുടെ ആക്ടിവിറ്റികൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കാര്യങ്ങളിൽ ഈ കുറെ ഇത് വരുന്നില്ലേ, അതിൽ കുറെ കാര്യങ്ങളില് കാരണം അവരങ്ങനെയാണ്. അപ്പൊ നമ്മളെ കുറച്ചും കൂടി നടന്നു പോകുമ്പം ഞാനൊരു 2 സ്റ്റെപ്പ് വെക്കുന്നത് ഇയാള് ചിലപ്പോൾ 1 സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ 2 സ്റ്റെപ്പ് വെക്കുമ്പോഴായിരിക്കും എനിക്ക് ക്ഷീണം വരുന്നത്. ഞാൻ അവിടെ നിൽക്കും, നിൽക്കുന്ന സമയം കൊണ്ട് ആളെത്തും. അതേസമയം എൻ്റെ സ്ഥാനത്ത് വേറൊരു വ്യക്തിയാണെങ്കിൽ ആളിന് 10 സ്റ്റെപ്പ് വെച്ചാൽ ആ ഒരു ക്ഷീണം പറ്റത്തുള്ളൂ. ആ 10 സ്റ്റെപ്പ് എടുത്തു വെച്ച് പുള്ളിക്കാരത്തി ചെല്ലുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടാസ്ക് ആയിരിക്കും. 100 സ്റ്റെപ്പ് വെക്കുന്ന പോലെ ഒരു ടാസ്ക് ആയിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എസ്കലേറ്ററിൽ തന്നെ കയറാനെ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ പുള്ളിക്കാരത്തിയുടെ ഇത് വെച്ചിട്ട് പെട്ടെന്ന് അതിലോട്ട് കയറി പിടിച്ച് പോകാനെ കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ ഇത് നമ്മളെല്ലാ ഗവൺമെന്റിന്റെ എല്ലാ പ്രോഗ്രാമുകൾക്കും നമ്മളിത് പറയുന്നതാണ്.
പിന്നെ ഈ നമ്മളെ PSCക്കൊക്കെ ആണെങ്കിൽ ചെല്ലുമ്പോൾ ഓരോ കോട്ട സീറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ ഈ ബ്ലൈൻഡിനൊക്കെ പ്രത്യേകം കോട്ടയുണ്ട്, ഈ വീൽ ചെയറിൽ വരുന്ന ആൾക്കാർ പ്രത്യേക കോട്ടയുണ്ട്. അപ്പം അതുപോലെ നമുക്കും ഈ പിന്നെ ഡോർഫിസോ എന്നാണ് നമ്മുടെ ഇതിന് മെഡിക്കൽ, അതിന് പ്രത്യേക ഒരു കോട്ട ആക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് സ്പോർട്സിലോട്ടൊക്കെ വരുമ്പോൾ കൂടുതലും ഉണ്ട് കേട്ടോ. ചേട്ടൻ പിന്നെ ഒരു സ്പോർട്സ്മാനും കൂടിയാണ്. കാരണം ഞങ്ങളാണ് ആദ്യമേ കേരളത്തില് ഫുട്ബോൾ ടീം, പൊക്കം കുറഞ്ഞ ഫുട്ബോൾ ടീം ഉണ്ടാക്കിയത് ഞങ്ങളുടെ സംഘടനയിലൂടെ. ഞങ്ങൾക്ക് പിന്നെ ഒരു 2 വർഷം മുമ്പ് അർജന്റീനയിൽ സെലക്ഷനും കിട്ടിയതാണ്. അവിടുത്തെ പൊക്കം കുറഞ്ഞ ഫുട്ബോൾ ടീമുമായിട്ട് ഞങ്ങൾക്ക് പിന്നെ മാച്ച് കിട്ടിയതാണ്. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ പിന്നെ കോച്ചിങ്ങിന് മറ്റ് സഹായത്തിന് ആളില്ലാത്തതുകൊണ്ട് നമുക്കതിന് പോകാൻ പറ്റിയില്ല. മനസ്സിലായി. ഇതിപ്പം ഈ ആളുകൾ നിങ്ങളെ നല്ല സ്നേഹത്തോടെ, ഇപ്പൊ കൂടുതലും ആളുകൾ പുറത്തിറങ്ങുമ്പോഴും ഒക്കെ സ്നേഹത്തോടെ വന്ന് സംസാരിക്കാറും ഫോട്ടോ എടുക്കാറും ഒക്കെ ഉണ്ടോ? ഫോട്ടോ എടുക്കുക എന്നുള്ളത് അധികം ഇതില്ല, എന്നുവെച്ചാൽ സിറ്റുവേഷൻസ് അതിന് മാച്ചായിട്ട് കിട്ടാറില്ല. പക്ഷെ എല്ലാരും ഒന്ന് സംസാരിക്കും, ഷെക്കാൻഡ് ചെയ്യും. കഴിഞ്ഞ ദിവസം ശിവരാത്രിക്ക് ഞങ്ങൾ അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോഴേ പെട്ടെന്നൊരു ഫാമിലി വന്നിട്ട് പിന്നെ ഇതുപോലെ പ്രോഗ്രാം കണ്ടോ ഫോട്ടോ എടുത്തിട്ട് നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിൽ നമുക്കൊരു സന്തോഷം. നോക്കിക്കൊണ്ട് നിൽക്കുന്നത് മാത്രമല്ല, ജസ്റ്റ് നമ്മൾ നോക്കിന്ന് റെസ്പോണ്ട് ചെയ്ത് ചിരിച്ച് കാണിച്ചു പോയി. പക്ഷെ അതിനപ്പുറത്ത് നമുക്കൊരു വിഷമം വരുന്നൊരു പ്രശ്നം എന്താ അറിയാം, നമ്മളെ നോക്കി നിന്നിട്ട് അടുത്തിരിക്കുന്ന ആളിനെ എങ്ങനെ നോക്കി അതാണ് നമുക്ക്, നമ്മൾ തിരിച്ചു നോക്കും. നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ തിരിച്ചൊരു പ്രതികരണം തരത്തില്ല. വീണ്ടും അടുത്ത ആളിനെ ഇങ്ങനെ കൈകാട്ടി വിളിച്ച് കാണിക്കും. അത് നമുക്ക് ഭയങ്കര വിഷമമാണ്. നമ്മൾക്ക് നമ്മുടെ എന്തോ ഒരു വൈകൃത രൂപം അവരതിൽ കണ്ടു എന്നുള്ളൊരു ഇത് നമുക്ക് വരും, ഇമോഷണലി ടച്ച് വരും. ഒരിക്കലും അങ്ങനെയൊന്നും അല്ല കേട്ടോ. അല്ല നമുക്ക് അന്നേരം ആ നിമിഷം ഇപ്പം പിന്നെ മാഡത്തെ തന്നെ മാഡം അങ്ങനെ പോകുമ്പോ ഒരാൾ കണ്ടു ചിരിച്ചു, അടുത്ത 2 പേരും കാണുമ്പോൾ ചിരിക്കത്തതുമില്ല, ഒരു റിയാക്ഷൻ ഇല്ല. പക്ഷെ വീണ്ടും അപ്പുറത്തുള്ള നോക്കാത്ത ആൾക്കാരെ ചൂണ്ടി വിളിച്ചിങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഇതുണ്ടാകും. പിന്നെ എന്തായിരിക്കും എനിക്ക് എന്തോ കുറവുള്ളതുകൊണ്ടാണ്. അതെ, അതാണ് നമുക്ക് ചില സമയത്ത് ഉണ്ടാകുന്നത്. മനസ്സിലായി. എപ്പോഴും നമ്മുടെ മാനസികാവസ്ഥ ഒരേപോലെ ഇരിക്കണമെന്നില്ല. കാരണം നമ്മള് ചിലപ്പോ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടായിരിക്കും ഇരിക്കുന്നത്. അന്നേരം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രതികരിച്ചു. അങ്ങോട്ട് ചെയ്തിട്ട് ചോദിച്ചു എത്ര വലിയ നോക്കാൻ നമ്മൾ ചോദിക്കാറുണ്ട്. ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഈ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ പറയുന്ന പോലെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്ന ആളുകളുണ്ടോ? ഉണ്ട്. അങ്ങനെ ഡയറക്റ്റ് വന്ന് ഹോസ്പിറ്റലിൽ ഒരിക്കൽ ഞാൻ യൂറിനറി ഇൻഫെക്ഷനായിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അഡ്മിറ്റ് ആയിരുന്നു ഒരു 14 days. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങളുടെ ആ വാർഡിലുണ്ടായിരുന്ന ഒരു ചേച്ചി, ആ ചേച്ചി വന്ന് കുറേ നേരം അവർ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കന്ന് ഫീവറിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എനിക്ക് ഉറങ്ങാനൊന്നും പറ്റാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഇരുന്ന സമയത്ത് ഇവരാണെങ്കിൽ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഒരു കാര്യം ചോദിച്ചിട്ടെ അപ്പം നമ്മൾ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവർ വിചാരിക്കുന്ന രീതി നമ്മുടെ തോട്ട് വരത്തില്ല, നമ്മൾ അങ്ങനെ ചിന്തിക്കത്തില്ല, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നു. അത് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്താ ചോദിച്ചതെന്നറിയോ, ടോയ്ലറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വാഷ് ചെയ്യാന്ന് അവരുടെ അടുത്ത് അന്നേരം അവിടെ വെച്ച് ചോദിച്ചതാ. അന്നേരം ഞാൻ ഒന്നും മിണ്ടിയില്ല. ഒന്നും പറയാൻ പറ്റിയ ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നു. കാരണം നല്ല ഫീവർ ആയിരുന്നു, എനിക്ക് നല്ല ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പം സ്കൂളിൽ വയ്യാണ്ട് തലയിറങ്ങി വീഴുകയോ ചെയ്തത് +2 പഠിക്കുന്ന സമയത്ത്. അന്നേരം പറ്റാത്ത സിറ്റുവേഷൻ ആയിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അതേ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അപ്പം ആ സിറ്റുവേഷൻ അതല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും റിയാക്ട് ചെയ്തതാണോ? അറിയില്ല, എന്താ സംഭവം എന്നറിയില്ല. അതേപോലെ പല ഡൗട്ടുകളും പലർക്കും ഉണ്ടാവും. പക്ഷെ എന്താ, നമുക്ക് എല്ലാ ഡൗട്ടുകളും ഇപ്പം നോർമൽ പേഴ്സണെ കാണുമ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടാവും. നമ്മളിപ്പോൾ ചോദിക്കുകയാണോ ചെയ്യുക? അപ്പം നമ്മളൊരു ഡിസബിലിറ്റി പേഴ്സണെ കാണുമ്പോൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്യാൻ നമുക്ക് എന്തെല്ലാം വഴികളുണ്ട് അല്ലേ? അത് പോയി ഡയറക്റ്റ് പോയി അയാളടുത്ത് ചോദിക്കുമ്പോൾ അയാൾ സ്വയം ചിന്തിക്കുന്ന അല്ലെങ്കിൽ സ്വയം ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ടാവും.
നമ്മൾ ഒരു ഡിസബിലിറ്റി പേഴ്സൺ ഒരു ലൈഫിൽ അത്രയും വർഷം സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച് ഒരു കുഴപ്പമില്ലാണ്ട് അവരുടെ ഡിസബിലിറ്റി, അവരുടെ കുറവുകളെ, പുറമെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി വെച്ച് അവർ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഗട്സ് വേണ്ടേ? പിന്നെ അത്രയും പാസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അവരെ എന്താ പറയുക ഇതാക്കിയില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യണ്ട, കുഴപ്പമില്ല, അതങ്ങ് വിട്ടേക്കും. പക്ഷെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിൽ ഉള്ള ചോദ്യങ്ങൾ അവോയ്ഡ് ചെയ്യാലോ. അതെ, അങ്ങനെ. അതുപോലെ തന്നെ ഇപ്പം ഈ ഡിസബിലിറ്റി എന്ന് പറയുന്നു, ഈ ഡ്വാർഫിസം ആണെങ്കിലും എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഇപ്പൊ ചില ആളുകൾ മേ ബി ഇത് ഇപ്പം വേറൊരാളെ ട്രീറ്റ് ചെയ്ത പോലെ തന്നെ എല്ലാവരും ഒരേപോലെ ആണെന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യാറില്ലേ? ചിലപ്പം ചേട്ടനുണ്ടാവുന്ന ബുദ്ധിമുട്ടായിരിക്കത്തില്ല കുഞ്ഞിക്ക് അല്ല, ഉണ്ടാവുന്ന. ഞങ്ങളുടെ ഈ ഹൈറ്റ് ലെങ്ത് ഉള്ളവരിൽ തന്നെ പല രീതിയിലുള്ള രീതിയിലുള്ളവരുണ്ട്. ഇപ്പം ഏട്ടനെ നോക്കിക്കഴിഞ്ഞാൽ ഏട്ടന്റെ ഫിംഗേഴ്സ് പോലെ അല്ല എന്റെ ഫിംഗേഴ്സ് ഇരിക്കുന്നത്. ഏട്ടന്റെ ഫിംഗേഴ്സ് നോർമൽ പേഴ്സന്റെ ഫിംഗേഴ്സാ. അതേപോലെ കൈക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൈക്കും നല്ല വ്യത്യാസമുണ്ട്, കാലിന് വ്യത്യാസമുണ്ട്, അപ്പോൾ നടക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്, പിന്നെ ഹെഡിന് വ്യത്യാസമുണ്ട്. നോർമൽ പേഴ്സന്റെ ഹെഡൊക്കെയാണ് ഏട്ടനെ, പക്ഷെ എനിക്കെന്നുള്ളത് ഹെഡ് കുറച്ച് വലുതാണ്. അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ചിലരെ കാണുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ പേഴ്സന്റെ ബോഡി തന്നെയായിരിക്കും, ഹൈറ്റ് മാത്രമായിരിക്കും കുറവുണ്ടാവുക. കൈക്കോ കാലിനോ യാതൊരു ബുദ്ധിമുട്ടും ഹൈറ്റ് മാത്രം കുറവുണ്ടാവും. അങ്ങനെ ഒരുപാട് ഞങ്ങൾ തന്നെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഇതുണ്ട്. അതെ. അപ്പൊ ഇതില് എന്താ പറയാ, ഈ ഡിഫറെന്റ് എന്താ പറയാ, ഓരോ രീതികൾക്ക് ഓരോ ഡിഫറെന്റ് നെയിംസും ഉണ്ടോ? ബോഡി ലാംഗ്വേജിന് വരുന്ന ഡിഫറൻസ്. ഇപ്പൊ സൂരജ് ഇല്ലേ, അങ്ങനെ മനസ്സിലാവും. സൂരജിന്റെ ബോഡി ഫിസിക്കൽ അപ്പിയറൻസ് അല്ല പക്രുച്ചേട്ടൻ്റെ. പക്രുച്ചേട്ടനും ഞാനും ഒക്കെ ഒരേ കാറ്റഗറി വരുന്നത്. ഞങ്ങൾ ഡോർഫിസമാണ്, കുറച്ചുകൂടെ മസ്കുലർ ബോഡി. ഞങ്ങൾ ഡോർഫിസാണ്. മെഡിക്കലി അതാണ് കറക്റ്റ്. ഇപ്പം കുഞ്ഞ് ആണെങ്കിലും മസ്കുലർ ടൈപ്പാണ്, ഡോർഫിസാണ്. പക്ഷെ സൂരജ് എന്ന് പറയുന്ന ആള് പിന്നെ അതെ സൂരജ് സൂരജ് എന്ന് പറയുന്ന ആള് പിന്നെ ഇപ്പൊ അമൽ സിത്താരയില്ലേ, അമല് ഒക്കെ എന്ന് പറയുന്നത് അവര് ലോക്കോമോട്ടർ ഡിസബിലിറ്റി വരും. അവര് ഡോർഫിസം അല്ല. അവര് അസ്ഥി സംബന്ധമായിട്ടുള്ള ഇതാണ്. എന്നാൽ ഡോർഫിസത്തിന്റെ പൊക്കക്കുറവിന്റെ ഇതിൽ വരുമെന്നേ ഉള്ളൂ. അവർക്ക് ഒരു കുട്ടിയുടെ കൂട്ടത്തെ ഒരു ബോഡി ആയിരിക്കും. അതായത് അവർക്ക് വളർച്ചക്കുറവുണ്ടെന്നേ ഉള്ളൂ. കൈകാലുകളൊക്കെ നോർമലി ഹൈറ്റിന് മാത്രമേ ഇഷ്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ ഹൈറ്റിനൊത്ത ശരീരത്തിന്റെ അവയവങ്ങൾ അതെ വലുപ്പം തന്നെ ആയിരിക്കും. മനസ്സിലായി. ഡോർഫിസം എന്ന് പറയുമ്പോഴത്തേക്ക് കൈക്കും കാലിനും വളവ് വരും. ഇപ്പൊ ഇതുണ്ടല്ലേ, എനിക്ക് കാലിന് രണ്ടിനും വളവാണ്. ഈ കൈക്ക് വളവുണ്ട്, ഈ കൈക്ക് വളവില്ല. മനസ്സിലായി. അങ്ങനെ ആ വളവിൽ തന്നെ വ്യത്യാസമുണ്ട്. ഏട്ടന്റെ കൈയുടെ വളവല്ല എന്റെ കൈയുടെ വളവെന്ന് പറയുന്നത്. ഏട്ടന്റെ കൈയുടെ ഇവിടെ വന്നിട്ട് നോക്കി നോർമൽ പേഴ്സന്റെ ഫിംഗേഴ്സ് ഒക്കെയാണ്. എന്റേത് വന്നിട്ട് കണ്ടോ ഇവിടെ വന്നിട്ട് ചിലർക്കെന്ന് പറഞ്ഞാല് പിന്നെ ഈ ബോൺ സ്ട്രെങ്ത് ചിലർക്ക് കൂടാ, ചിലർക്ക് കുറയാം. കാരണം നമുക്ക് കാണുമ്പോൾ നോർമൽ ആണെന്ന് തോന്നും, പക്ഷെ ചിലർക്ക് അത് സ്ത്രീകൾക്കും ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് കുറവാ, ബോൺ സ്ട്രെങ്ത് കുറവാണ്. എനിക്ക് കൂടുതൽ ഇതാ വരുന്നത്, സ്കിന്നാ വരുന്നത് കൂടുതൽ, അതാ ഉള്ളത്. ഇപ്പം വെയിറ്റ് ലോസ് ചെയ്താലും എന്റെ സ്കിൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ഉള്ളില് സോഫ്റ്റ് ആണ്, ഉള്ളില് വന്നിട്ട് ബോൺ വന്നിട്ട് ഭയങ്കര ലൈറ്റ് ആണ്. ഓവർ ആയിട്ടുള്ള ഇവര് എന്നെക്കാൾ ഏറ്റെടുക്കുന്ന വെയിറ്റിന്റെ ഒരു ഹാഫിന്റെ ഹാഫ് പോലും എനിക്ക് എടുക്കാൻ പറ്റൂല. പവർ ലിഫ്റ്റർ ആണല്ലോ. എനിക്ക് ബോൺ സ്ട്രെങ്ത് കൂടുതലാണ്. എന്റെ പ്രായത്തിനൊത്ത ആളിന്റെ ആരോഗ്യം എനിക്കുണ്ട്. അത്ര ഉയരമില്ലെങ്കിലും എല്ലാ ആരോഗ്യവും ആ പ്രായത്തിലുള്ള ആരോഗ്യമുണ്ട് ഉണ്ട്. അതെ. അപ്പൊ അങ്ങനെ ഒരുപാട് ഇപ്പൊ നമ്മൾക്ക് ഉള്ളില് അറിയാത്ത ഒരുപാട് കാര്യങ്ങളും കൂടെ ഇതിന്റെ ഓരോ പേഴ്സണും ഓരോ രീതിയിൽ ഡിഫറൻസ് ആണ്. ഹൈറ്റ് കുറവ് എന്നുള്ളത് ഓക്കെ, പക്ഷെ ഓരോ വ്യക്തിക്കും ഓരോ കണ്ണിന്റെ കാഴ്ചക്കുറവ് എന്ന് പറയുമ്പോൾ പലതുണ്ടല്ലോ. മന്ദതയുണ്ട്, ഫുള്ള് തിമിരമുണ്ട്, അങ്ങനെ നീരിയ നേർത്ത കാഴ്ച ഉള്ളവരുണ്ട് എന്ന് പറഞ്ഞ റൂട്ടാ ഇത്. ശരിക്കും പറഞ്ഞാൽ അപ്പം ഈ സൂരജിൻ്റെതൊക്കെ ചിലപ്പോൾ ഈ കുഞ്ഞുനാള് നമ്മൾ കാണുമ്പോഴത്തേക്ക് കുഞ്ഞാണെന്നല്ലേ കരുതുള്ളൂ. അപ്പൊ നമ്മളിത് എത്ര വയസ്സിലായിരിക്കും നമ്മളിത് മനസ്സിലാക്കുന്നത്? ഡോക്ടർ ഡയഗ്നോസ് ചെയ്യോ? എങ്ങനെയാ ഇത് മനസ്സിലായത്? അത് നമ്മൾ ഓൾറെഡി നമ്മൾ അമ്മയുടെ വയറ്റില് ഇതായി കഴിയുമ്പോൾ തന്നെ 6-ാം മാസത്തിൽ തന്നെ ചെക്കപ്പിലൂടെ തന്നെ അറിയാൻ പറ്റും. എന്റെതൊക്കെ അങ്ങനെയായിരുന്നു. എന്റെ ഫസ്റ്റ് സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേ ഡോക്ടർ അമ്മയടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ആളുടെ അച്ഛനെ പോലെയാണ് ഹൈറ്റ്. അത് മാത്രമല്ല എൻ്റെ ഒരു കാല് വന്നിട്ട് ഒരു കാലും ഒരു കൈയും വന്നിട്ട് ദൂരത്തില്ലായിരുന്നു. ഡെലിവറി കഴിഞ്ഞ സമയത്ത് അമ്മ എന്നെ പ്രസവിച്ചപ്പോഴത്തേക്കും മടങ്ങിയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എക്സ്ട്രാ കുറച്ചുകൂടി ഡേയ്സ് അഡ്മിറ്റ് ചെയ്ത് പിന്നെ ഫിസിക്കലി അത്രയും എക്സസൈസും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് തന്നിട്ടാണ് കൈ നൂന്നത്. കൈയും നന്നായിട്ട് എഫേർട്ട് ഇട്ടു, ഒരു കൈയും ഒരു കാലും. അല്ലാന്നുണ്ടെങ്കിൽ സർജറി ചെയ്ത് ബോൺ മാറ്റണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അത് ഡോക്ടേഴ്സ് പണ്ടത്തെ ഡോക്ടേഴ്സ് അല്ലേ, അത്രയും എഫർട്ടൊക്കെ ഇട്ടാണ് നേരെയാക്കി എടുത്തത്. പക്ഷെ അതുകൊണ്ടാണ് നടക്കുമ്പോഴത്തേക്കും ഒരു ചരിവ് വരുന്നത്. പക്ഷെ ഒരു കാല് ബുദ്ധിമുട്ടുണ്ട്, ഒരു കാലും ഒരു കൈയും ഡെലിവറി ടൈമിലെ മടങ്ങിയിട്ടാണ് വന്നത്. അപ്പം അത് പക്ഷെ എൻ്റെ ഏട്ടന് നേരെ തിരിച്ചാണ്. എൻ്റെ ഏട്ടന് 2 കാലും നല്ല വളവായിരുന്നു. ആ ഉള്ളിലോട്ട് നടക്കാൻ തീരെ പറ്റത്തില്ലായിരുന്നു. 2 സ്റ്റെപ്പ് നടക്കുന്നെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം എണീക്കത്തില്ലായിരുന്നു, ഭയങ്കര പെയിൻ ആയിരുന്നു. അങ്ങനെ ഏട്ടൻ +2 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് സർജറി ചെയ്തു. ഇവിടെ നിന്ന് അങ്ങോട്ട് 2 കാലും കമ്പി ഇട്ടു. ആ എല്ല് ഫുള്ള് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് കമ്പി ആയിട്ടേക്കുന്നത്. അപ്പം വളവ് മാറി, പക്ഷെ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇതേപോലെ തന്നെ സ്കാനിങ്ങിൽ തന്നെ. പക്ഷെ അന്ന് പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞ് ഒരു നട്ടലിനെങ്ങാണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവ ചിലപ്പം ഉയരം വെക്കാൻ ചാൻസ് ഉണ്ട്. അത് ഞങ്ങളുടെ ഇപ്പം ആവുന്ന എല്ലാവർക്കും നേരത്തെ പറയും. ഇത് ഇപ്പം പ്രഗ്നന്റ് ആവുമ്പോഴേ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ കാര്യം ഇപ്പം ഞങ്ങൾക്ക് ഭാവിയിൽ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ അത് ഞങ്ങൾ ഒരു സ്കാനിങ്ങിലൂടെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പിന്നെ ഒരു ബേബി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ ബേബി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവും. പക്ഷെ അതിലും വലിയ ഇതുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ചാൻസസ് കുറവാണ്. ആള് വല്ലാണ്ടാവിപ്പോന്നില്ല. പക്ഷെ ജനിക്കുന്ന ആള് ചിലപ്പോ പിന്നെ ഓട്ടിസോ അല്ലെങ്കിൽ തളർവാദം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് മറ്റൊരു വൈകല്യത്തെ സ്വീകരിക്കേണ്ടി വരും. അപ്പൊ അത് ഒരു ചാൻസിന് വേണ്ടിയിട്ട് എൻ്റെ പേരൻസ് നിന്നില്ല. ഉയരക്കുറവ് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കുടുംബത്തിലും അങ്ങനെ ഒരാളില്ല. ഞാൻ 3ാമത്തെ കുട്ടിയാണ്. നമ്മുടെ ഇടയ്ക്കുള്ള ഒരാൾ മരിച്ചുപോയി. അപ്പം പിന്നെ അങ്ങനെയാണ് ഞാൻ ജനിച്ചത്. അപ്പം അല്ല ഞങ്ങളുടെ കുടുംബത്തിൽ വേറെ ആർക്കും ഉയരക്കുറവുള്ള ഒരാട്ടാരും ഇല്ല. എല്ലാവരും പൊക്കം മണ്ണുള്ള ആൾക്കാരാണ്. അതെ, ശരിക്കും. അപ്പം ഇപ്പം നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഇനി ഭാവിയിൽ ഒരു കുഞ്ഞ് അങ്ങനെ എങ്ങനെയാണ്? നിങ്ങൾ 2 മതി എന്നാണോ അതോ ഒരു കുഞ്ഞ് വേണം എന്നാണോ? എന്താണ് ആഗ്രഹം, ഇപ്പോഴത്തെ ആഗ്രഹം? ഇപ്പോഴത്തെ അങ്ങനെയൊന്നും ഇല്ല. ഫസ്റ്റ് മാരേജ് ചെയ്യുക, എന്നിട്ട് ലൈഫ് നന്നായിട്ടൊന്ന് സ്റ്റേബിൾ ആക്കുക, അതിനുശേഷം മാത്രം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എക്സ്ട്രാ കെയർ വേണ്ട ഒരു ടൈം. ഞങ്ങൾ നോർമൽ പേഴ്സണെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രഗ്നൻസി പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തൊട്ട് കുറച്ചും കൂടി എക്സ്ട്രാ കെയറും ചിലപ്പം ഒരു 3rd മന്ത് തൊട്ടേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരുന്ന സാഹചര്യം ഒക്കെ വരും. കാരണം എന്ന് വെച്ചാൽ നോർമൽ പേഴ്സണെ പോലെ ഞങ്ങൾക്ക് ക്യാരി ചെയ്ത് നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഒരു ഫിനാൻഷ്യലി എല്ലാം സെറ്റ് ആയതിനു ശേഷം മാത്രം മതി എന്നുള്ള ഇതാണ്. കാരണം എപ്പോഴാണ് എമർജൻസി വരിക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ശരിക്കും ഇങ്ങനെ എന്താ പറയാ, ഇപ്പോൾ എല്ലാവരും തിരിച്ചറിയുമ്പോഴും എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുമ്പോഴും ഒക്കെ എന്താ പറയുന്നത്, ഈ ഒരു ഡിസബിലിറ്റിയെ ശരിക്കും ഒരു എബിലിറ്റി ആയിട്ടാണ് ഇപ്പൊ കാണുന്നത്? അല്ല, എനിക്ക് ഒരിക്കലും ഒരു തവണ പോലും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഇങ്ങനെ ജനിക്കണ്ടായിരുന്നല്ലോ, എനിക്ക് കുറച്ചുകൂടെ ഹൈറ്റ് വേണമല്ലോ എന്ന്. ചില കാര്യങ്ങളിൽ നമ്മളെ അവോയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണല്ലോ എന്നൊരു മൈൻഡ് വന്നിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ജനിക്കണ്ടായിരുന്നു, എനിക്കിത് വേണ്ടായിരുന്നു എന്ന് ഞാൻ ഇതുവരെ എനിക്ക് ദൈവം തന്ന ഈ ഒരു ഇതിൽ ഞാൻ പ്രൗഡാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ പേഴ്സണേക്കാളും കുറച്ചും കൂടി ഭയങ്കര ഒരു ഡിഫറെന്റ് പേഴ്സൺ ആണ്. അത് നമുക്ക് ദൈവം തന്ന ഭയങ്കര ഒരു പെട്ടെന്ന് നമ്മൾ എത്ര കൂട്ടത്തിന്റെ ഇടയിൽ നിന്നാലും നമ്മൾ അയാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കാണേണ്ടവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ നമ്മളെ ഐഡന്റിഫൈ ചെയ്യും. നമ്മുടെ ഐഡന്റിറ്റി എന്താണ്, നിന്റെ ഐഡന്റിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണ് എന്റെ ഐഡന്റിറ്റി. അതെ, ഇപ്പൊ തന്നെ നിങ്ങളെ ആണെങ്കിൽ പോലും എല്ലാരും മറ്റേ 2 കൈ കൊണ്ട് സ്വീകരിച്ചത് നിങ്ങളെ എന്താ പറയാ, നിങ്ങൾ സ്പെഷ്യൽ ആയതുകൊണ്ടാണല്ലോ അല്ലേ? എനിക്ക് തന്നെ ഇങ്ങനെ ഡിസേബിൾ എന്ന് പറയുന്നതിനേക്കാളും സ്പെഷ്യലി ഏബിൾഡ് എന്ന് പറയുന്നതിനോടാ താല്പര്യം. കാരണം അങ്ങനെയാണല്ലോ, ഒരു കുറവായിട്ട് നമ്മൾ ശരിക്കും കാണേണ്ട ആവശ്യം പോലും ഇല്ല അല്ലേ? അത് കാരണം നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ
അല്ലേ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ മാറ്റി നിർത്തപ്പെടുന്നു പറയുമ്പോൾ തന്നെ എവിടെ ശരിക്കും മാറ്റി നിർത്തുന്ന ആളുകളുള്ളത്? ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് എന്നൊരു സംഭവമുണ്ട്. അതില് എല്ലാവരും ഇല്ല. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. ആളുടെ പേര് ശ്രീഹരി എന്നാ, കോഴിക്കോട് ആളുടെ വീട്. ഞാൻ ഏകദേശം ഞാൻ 10th ഒക്കെ കഴിഞ്ഞ സമയത്ത് എനിക്കൊരു FB അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ FB അക്കൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാ ആ ഫ്രണ്ട്ഷിപ്പ്. അന്നേരം FBയിലൊക്കെ ആരും സംക്രാന്തിക്കൊക്കെ കയറത്തുള്ളൂ, എന്നും കയറത്തോലും ഇല്ല. പക്ഷെ അന്ന് തുടങ്ങിയ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇന്നീ സെക്കൻഡ് വരെ ഉണ്ട്. എൻ്റെ പല സിറ്റുവേഷനിലും എന്നെ ഹെൽപ്പ് ചെയ്തതും എൻ്റെ കൂടെ നിന്നതും എല്ലാം എനിക്ക് മെൻ്റലി ഉള്ള സ്ട്രെങ്ത് ഒക്കെ തന്നവനാണ്. അവൻ ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് എനിക്ക് ഇങ്ങനെ ഹൈറ്റ് റിലേറ്റീവ്, എൻ്റെ ഡിസബിലിറ്റി റിലേറ്റീവ് ഒന്നും അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നോർമൽ പേഴ്സൺ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. ഇത്രയും ഇയേഴ്സ് ഒരു 2013-14 ആ ഒരു ടൈമിൽ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അതിന് എന്തുമാത്രം വാല്യൂ അവൻ ഇങ്ങോട്ട് തരും. ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നവരും പോട്ടെ, അവൻ ഇങ്ങോട്ട് തരുന്നുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. സോ എല്ലാവരും ഇല്ല, പക്ഷെ ചിലർ അങ്ങനെ മാറ്റി നിർത്തുന്നുണ്ട്. വർക്ക് ചെയ്ത സ്ഥലത്താണെങ്കിലും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പഠിച്ച സ്ഥലത്ത് ഇപ്പം ഞാൻ ലാസ്റ്റ് കോഴ്സ് പഠിച്ചിറങ്ങിയ സെന്ററിൽ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. ചെന്നൈയില്, ബാങ്കില്. അതെ. അപ്പൊ അവിടെയും ഇതേപോലെ അല്ലല്ല, അവിടെ ഭയങ്കര സപ്പോർട്ടാണ്. അവിടെ എന്ന് വെച്ചാൽ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഞങ്ങളൊരു 2-3 മലയാളീസേ ഉള്ളൂ. ഏകദേശം 500 കൂടുതൽ സ്റ്റാഫുകളുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ 2-3 മലയാളീസ് മാത്രമേ ഉള്ളൂ ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ. പക്ഷേ ഭയങ്കര സപ്പോർട്ടാണ്. ആന്ധ്രയിൽ നിന്നുള്ളവരുണ്ട്, തമിഴ്നാട് ഏറ്റവും കൂടുതൽ ഭയങ്കര സപ്പോർട്ടാണ്, സ്നേഹമാണ്, കെയറാണ്. നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെക്കാളും കൂടുതൽ ഭയങ്കര ബെറ്ററാണ്. അവർക്ക് നമ്മൾ ഡിഫറെൻ്റ് ആണ്, ഡിസബിലിറ്റി അതൊന്നും ഇല്ല. നോർമൽ പേഴ്സൺസ് എങ്ങനെ അതുപോലെ തന്നെ എക്സ്ട്രാ കെയർ തരുന്നുണ്ട് എന്നുള്ള ഇത് മാത്രമേ നമ്മളൊരാൾ. അതെ. പക്ഷെ കേരളത്തിൽ എനിക്ക് കിട്ടിയല്ല, കേരളത്തിൽ നിന്നല്ല, ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ലാസ്റ്റ് പഠിച്ചിറങ്ങിയ സെൻറ്ററിൽ അവിടെ കിട്ടിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കുറേ ദിവസം ഞാൻ ക്ലാസ്സിന് വരെ പോകാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ഒരു നെഗറ്റീവ് ഫീൽ, എന്തോ ഒരു എന്താ എന്നുവെച്ചാൽ അവർ ഡയറക്റ്റ് അല്ല, ഒരു ബിഹേവിയറിലൂടെ ഫ്രണ്ട്ഷിപ്പിന് ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സ് നമ്മളെ മാറ്റി നിർത്താം. അപ്പം അവിടെ എൻ്റെ ഒരു ഡിസബിലിറ്റി ആണ്, നിന്റെ ഒരു ഡിസബിലിറ്റി ആണ് അവിടെ കാരണമെന്ന് അവർ പറയാതെ പറയുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ആയിട്ട് മനസ്സിലായി. അതെ. അപ്പോൾ ഇതൊക്കെ ഇവിടെ മാറ്റി നിർത്തിയാലും ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ചേട്ടൻ്റെ ആണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ആ നാടകത്തിൻ്റെ ആ ഒരു ഇമോഷണൽ ഒരു സീൻ ചെയ്ത് അമൃത TV എല്ലാവരെയും കയ്യിലെടുത്തത് കണ്ടിരുന്നു ആ പ്രോഗ്രാമില്. ശരിക്കും ആ ഒരു പോർഷൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അത് ചെയ്തിട്ടുണ്ടല്ലോ കഴിഞ്ഞ ഫസ്റ്റ് ഇന്റർവ്യൂയിൽ. അത് ചെയ്തിട്ട് അത് എന്താന്ന് പോലും അതൊരു ഡ്രാമയാണ്. ആ ഒരു ഡ്രാമ കുരങ്ങു മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു ഡ്രാമയാണ്. അതിന്റെ ഒരു സീക്വനാണ് ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാക്കാണ്ട് ഞാൻ കുരങ്ങു മനുഷ്യനാണ് എന്നൊരു ചിന്ത എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയും, സ്വന്തം രീതിയിൽ ഇമോഷണൽ ആയിട്ട് ആൾക്കാരെ കയ്യിലെടുക്കാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതിനൊരു കുറെ കമന്റ്സ് തോന്നിയിട്ടുണ്ട്. അതെന്താണ് ആക്ട് ആണെന്ന് പറഞ്ഞിട്ട് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ പറയും, നീ എല്ലായിടത്തും പോയി നിന്റെ ഡിസബിലിറ്റി വന്നിട്ട് അതൊരു കുറവായിട്ട് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്ത് ഇമോഷണലി നീ ഇതാവുന്നു എന്നുള്ള രീതിയിൽ. ഡിസബിലിറ്റിയില് ഓർത്ത് മറ്റൊരാളത്ത് പറഞ്ഞ് ഞാനൊന്നും വിഷമിക്കാറില്ല. നമുക്ക് അങ്ങനെ ഒരാളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാവരും ആ ഒരു ഇതില്ലാതെയാണ്. ഏറെക്കുറെ ആൾക്കാർ എന്നോട് തിരിച്ച് സംസാരിക്കുന്നത് എനിക്കൊരു ഡിസബിലിറ്റി ഉണ്ടെന്നുള്ള രീതിയിലാണ്. കോമണായിട്ട് ഞാൻ പറഞ്ഞ കൊറിയർ സർവീസിന് ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലുമ്പം എല്ലാവർക്കും കൊടുക്കുന്ന പോലെ ലോഡിന്റെ അതേ തോത് തന്നെയാണ് എനിക്ക് തരുന്നത്. അല്ല എനിക്ക് അവന് വയ്യാത്തയാണ്, അതുകൊണ്ട് അവനെ കുറച്ച് കൊടുത്ത അങ്ങനെയുള്ള കാര്യമില്ല. എല്ലാവർക്കും കൊടുക്കുന്ന അതേ ജോലിയും എല്ലാവർക്കും അതേ സാലറി. എനിക്ക് അത് ആ ഒരു കാഴ്ചപ്പാട് എന്നെ കാണുന്നതിൽ അങ്ങനെ കാണുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. അല്ലാതെ വൈകിലുള്ളതുകൊണ്ട് പ്രത്യേകം മാറ്റി നിർത്തണം അങ്ങനെയുള്ള കാര്യത്തിൽ. മനസ്സിലായി. അപ്പോൾ നമുക്ക് ആ ഒരു സീൻ അത് തന്നെ പറഞ്ഞേക്കാം അല്ലേ? അത് സംബന്ധം അറിഞ്ഞല്ലേ, അത് കുരങ്ങു മനുഷ്യന്റെ നാടകത്തിന്റെ പേര്. 2 വട്ടം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടകം. അപ്പൊ ആ നാടകത്തിന്റെ ഈ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹം മനുഷ്യനായിട്ട് തന്നെ ഇദ്ദേഹത്തിന്റെ രൂപം കൊണ്ട് ഇദ്ദേഹത്തിന് കുറെ സമൂഹത്തിലുള്ള ആളുകൾ ഇവൻ കുരങ്ങനാണ്, കുരങ്ങൻ്റെ രൂപമുള്ളതുകൊണ്ട് ഇവൻ കുരങ്ങനെയാണ്, അതിൻ്റെ സ്വഭാവമാണ്. ഇവൻ മനുഷ്യനായിട്ട് ഉള്ള രൂപമുണ്ടെങ്കിലും മനുഷ്യൻ കാണിക്കുന്ന രീതിയോ മനസ്സോ ഒന്നും ഇവനില്ല. അപ്പൊ തമിഴ്നാട്ടിലൊരു ഗ്രാമത്തില്
ഇങ്ങനെ ആളുകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇല്ല, ഇത് വ്യക്തിയുടെ രൂപമല്ല. മനസ്സിലായി. അതായത് ഒരു മനുഷ്യൻ കുരങ്ങന്റെ മേക്ക് ഓവർ ഇട്ട് വരുന്നതല്ല. അല്ല. അതായത് കുരങ്ങനും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ തിരിച്ചറിവാണ്. മനുഷ്യന് തിരിച്ചറിവുണ്ട്, മൃഗങ്ങൾക്ക് തിരിച്ചറിവില്ല. അപ്പം ഇവൻ മനുഷ്യനായിട്ട് നിന്നിട്ട് തന്നെ കുരങ്ങൻ്റെതായിട്ടുള്ള എല്ലാ ചേഷ്ടകളും ഉണ്ട്. അവൻ്റെ രൂപത്തിലും പിന്നെ ആ ഒരു കുരങ്ങൻ്റെ ആ ഒരു പ്രാകൃത രൂപമാണ്. അപ്പം അവന് കുറേ സമൂഹത്തിൽ ഉൾപ്പെട്ട ആൾക്കാർ അവനെ അങ്ങനെ മുദ്ര കുത്തുക. ഇവൻ കുരങ്ങനാണ് വൈകൃതമുള്ളവൻ, ഇവനെ ചൂഷണം ചെയ്യുക. അപ്പം പിന്നെ ഇയാൾക്ക് ഒരാളെ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കണം, പിന്നെ അവളുടെ കൂടെ ജീവിക്കണം, ഒരാളെ പ്രേമിക്കണം എന്നൊക്കെയുള്ള ഇയാൾക്ക് വലിയ കാര്യമാണ്. അങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഇയാൾ എവിടെ പെണ്ണ് കാണാൻ പോയാലും എല്ലാവരും ഇപ്പം കുരങ്ങനാണ്, ഇപ്പം വിരൂപനാണെന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ. ആ ഒരു ഇതിലാണ് ഈ കഥ പോകുന്നത്. അങ്ങനെ ഈ പിന്നെ ഇത്രയും പേരുടെ ഈ ചൂഷണങ്ങൾ ചെന്ന് വീണ് അതിൽ വേദന ഉണ്ടായിട്ട് അയാൾ പറയുന്നൊരു ഡയലോഗാണ്. കളിയാക്കലുകളിലൂടെ വന്നപ്പോൾ ഉണ്ടാകുന്നൊരു ഡയലോഗാണ്. ഇതാരുടെ ഐഡിയയിൽ വന്നൊരു ഇത് പിന്നെ അശ്വതി ഭാവന എന്ന് പറഞ്ഞ കൊല്ലം അശ്വതി ഭാവന എന്ന് പറഞ്ഞ നാടക ട്രൂപ്പിൽ കന്നാപ്പള്ളി കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞൊരു അധ്യാപകൻ, റിട്ടയർഡ് അധ്യാപകൻ, അദ്ദേഹമാണ് ഇത് നാടകം എഴുതിയത്. അപ്പം അത് സംവിധാനം ചെയ്തത് പിന്നെ മനോജ് നാരായണൻ എന്ന് പറഞ്ഞ കേരളത്തിൽ ഇപ്പം നിലവിൽ നിൽക്കുന്ന നമ്പർ 1 സംവിധായകന്മാരിൽ ഒരുപാട് അവാർഡുകൾ നേടിയ ഒരു വ്യക്തി. അദ്ദേഹമാണ് എൻ്റെ ഗുരു. അപ്പൊ ഈ എഴുത്തിന്റെ സമയത്ത് തന്നെ ഈ ഒരു ക്യാരക്ടർ ചേട്ടനോട് എത്തി? സത്യം അല്ലല്ല, ഒരിക്കലും ഞാനല്ലായിരുന്നു. കാരണം ഇത് വേറൊരാളെ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ കഥ ഈ പിന്നെ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയപ്പോഴേ ഈ പിന്നെ സംവിധായകൻ സ്പോട്ടിലില്ലായിരുന്നു. അപ്പം ഇങ്ങനൊരു കഥയുണ്ട്, ഇങ്ങനെ ഒരു കുരങ്ങൻ്റെ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഒരു കഥ ചെയ്യുക. അങ്ങനെയായിരുന്നു ഈ കഥയുടെ റൂട്ട്. കുരങ്ങൻ്റെ മാസ്ക് ഒക്കെ വെച്ച് അതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഒരു കഥ ക്രിയേറ്റ് ചെയ്യാന്നുള്ള തോട്ട് വന്നു. അപ്പം അങ്ങനെ പിന്നെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ സംവിധായകനെ വിവരം അറിയിച്ച സമയത്ത് പുള്ളിക്കാരന് കാസ്റ്റ്, അതായത് ആളുകളെല്ലാം കാസ്റ്റ് ചെയ്ത സമയത്ത് ആളിന് വരാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഈ മനോജ് നാരായണൻ എന്ന വ്യക്തിയായിട്ട് ഞാൻ ഓൾറെഡി നാടക ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അറിയാം. ഞാൻ പുള്ളിയുടെ ഒരുപാട് നാടകങ്ങൾ അതിന് മുമ്പിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പം 5 വർഷം അവനെയും പഠിച്ചതാണ്. അദ്ദേഹത്തിന് അങ്ങനെ രണ്ടാമത് ഇതിൻ്റെ പൂജ കഴിഞ്ഞതിന് ശേഷം നാടകം ക്യാമ്പ് തുടങ്ങാൻ സമയത്ത് അദ്ദേഹത്തിനെ വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം വന്ന് ഈ കഥ ഫുള്ള് പുള്ളി വായിച്ചതും ഈ നിന്ന ആർട്ടിസ്റ്റുകളെ വെച്ച് നോക്കിയപ്പോൾ ആളിൻ്റെ മനസ്സിൽ കഥയിൽ ചെറിയ വഴിത്തിരിവും ഈ നായകനെ മാറ്റിയാൽ ഒരു ചെറിയ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഈ കഥ മാറ്റിയിട്ട് നമ്മുടെ കുഞ്ഞുണ്ണി മാഷില്ലേ, അദ്ദേഹത്തിൻ്റെ നോവലിലെ ചെറിയ ഭാഗങ്ങളെ ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ കഥയ്ക്ക് പുള്ളി എഴുതിയ കഥയുമായിട്ട് ചെറിയ ഒരു ക്ലാഷ് വരുത്തിയിട്ട് വേറെ റൂട്ടിലോട്ട് വരുത്തിയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വന്ന് കഥയ്ക്ക് വേറൊരു പ്രേമം രീതിയിലോട്ട് സംഭവം വരുന്നത്. അങ്ങനെയാണ് എൻ്റെ രൂപമായിട്ട് സംഭവം നാടകങ്ങൾ എഴുതി വരുന്നത്. അങ്ങനെ വന്നൊരു ഡയലോഗാണ്. ചെയ്തു നോക്കാം അല്ലേ? എന്താ ചിരിച്ചോ ചിരിച്ചോ, എന്നെ നോക്കി കളിയാക്കി ചിരിച്ചോ. എൻ്റെ ഈ രൂപം കണ്ട് നിങ്ങൾ ആർത്ത് ചിരിക്കുമല്ലേ? ആർത്ത് ചിരിച്ചോ. മതി വരുവോളം ചിരിച്ചോ. അതുപോലെക്ക് എന്നെ നോക്കി കല്ലെറിഞ്ഞോ. ഞാൻ മനുഷ്യനല്ല, കുരങ്ങനാ, ഒരു കുരങ്ങ് മനുഷ്യൻ. അതെപ്പോ പറഞ്ഞാലും ഒന്ന് കണ്ണു നിറയല്ലേ? ടോട്ടലി നാടകം ലൈവ് തട്ട കളിക്കുന്നതിനൊക്കെ അത് ഇത്ര നല്ലൊരു കോമഡി ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ ആ ഒരു കഥാപാത്രമായി പോകും. കാരണം വെച്ചാൽ നമ്മൾ ക്യാമറയുടെ പിന്നിൽ നിന്ന് കളിക്കുന്ന പോലുള്ള ഒരു ഇതല്ലല്ലോ. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ആക്ഷൻ കട്ട് പറയാൻ ആളില്ല. നമുക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നേരിട്ട് ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക. അപ്പം അത് നമുക്ക് മുന്നിൽ ഇരുന്ന ഒരാൾ ടേക്ക് അടിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ആ കഥാപാത്രം ആവുക എന്നുള്ളതാണ് അതിൻ്റെ മുമ്പിലത്തെ ഒറ്റ വഴി. അയ്യോ, അപ്പോൾ ഇനി കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് പ്ലാൻസ്? മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് അല്ലേ, കല്യാണത്തിന് ഒരുപാട് ആഗ്രഹങ്ങൾ കാണുമല്ലോ, എന്തൊക്കെയാണ് പ്ലാൻസ്?
പ്ലാനിങ് ഒക്കെ നേരത്തെ ചെയ്തു. ഇപ്പൊ ഡ്രസ്സിന്റെ ആയാലും എല്ലാം മേക്കപ്പിന്റെ എല്ലാം ഇത് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ അവര് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് തരും. എന്തായിരിക്കും വിയർ ചെയ്യാൻ പോകുന്നത് രണ്ടാളും? എല്ലാം സർപ്രൈസാ. സർപ്രൈസ്. ഞങ്ങള് സംസാരിച്ച ഡിസൈനേഴ്സ് എല്ലാം ബുട്ടിക്കായാലും എല്ലാവരും പറയുന്ന കാര്യം എന്താണെന്നറിയോ, മാരേജ് ഒക്കെ എല്ലാവരും നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി എന്ന് വെച്ചാൽ പബ്ലിക്കലി നിങ്ങളെപ്പോലുള്ളവർക്കും നോർമൽ പേഴ്സണെ പോലെ ഒരു ഇത് പറ്റും എന്നുള്ള ഒരു തോട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ നമ്മളിവിടെ നോർമലൈസ് ചെയ്യണം. അപ്പോ നിങ്ങളിലൂടെ അത് ചേഞ്ച് ആവണം. നിങ്ങളെപ്പോലുള്ള പേഴ്സൺസിനും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, ഇന്ന കോൺസെപ്റ്റ് ഉണ്ട്, അത് ഇങ്ങനെയാണ് എന്നുള്ളത് ഫാഷൻ വെയറിലായാലും എന്തായാലും അത് കൊടുക്കണം. അപ്പോൾ അതൊരു വെറൈറ്റി ആയിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അത് ആ ഒരു കോൺസെപ്റ്റിൽ പിടിച്ചിരിക്കുക. ഇപ്പം നമ്മൾ ഈ ഡിസൈനേഴ്സിന് സംസാരിച്ചുകൊണ്ട് ചോദിച്ചതാ, ഈ ഉടുപ്പ് എടുക്കുന്ന സമയത്ത് ഇപ്പം നല്ല മെലിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ മേ ബി കിഡ്സിന്റെ സെക്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകൾ പറയുന്ന കൂട്ടത്തിൽ ഈ ഔട്ട്ഫിറ്റ്സ് വാങ്ങുമ്പോഴും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ അല്ല, ഡ്രസ്സിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഡ്രസ്സ് വേണമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സെൽഫായിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടി വരും. ഞാൻ നോർമൽ പേഴ്സണുള്ള ഡ്രസ്സിന് എനിക്ക് കംഫർട്ടബിൾ ഡ്രസ്സ് മേടിക്കും, ഓൾട്ടർ ചെയ്യുന്നത്. ഓൾട്ടർ ചെയ്തെടുക്കും. എൻ്റെ ലെങ്ത്തും വണ്ണവും എല്ലാം ഓൾട്ടർ ചെയ്ത് എടുക്കും. എനിക്ക് പക്ഷേ ഷർട്ട് ഒരു XL 42 സൈസാണ് നോർമലുള്ള ഷർട്ടൊക്കെ എനിക്ക് നോക്കാം, ടീഷർട്ടും ഒക്കെ. പാൻറ് മാത്രമാണ് ഞാൻ ഒരു ഈ പിന്നെ നമ്മുടെ ബട്ടക്സ് സൈസ് മാത്രം നോക്കിയിട്ട് ബാക്കി ഓൾട്ടർ ചെയ്തെടുക്കും. എല്ലാത്തിനും നമ്മുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട് അല്ലേ? പിന്നെ എന്തിനാ നമ്മുടെ ലൈഫ് ഓർത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൽ സൊല്യൂഷൻസ് ഉണ്ട്. പിന്നെ എന്തിനാ ഇത് മറ്റുള്ളവരുടെ മനസ്സിലെ വിഷമതകളാണെന്നോ സംശയമൊന്നുമില്ല. എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടുന്ന ഡ്രസ്സുകൾ നിങ്ങൾ തന്നെ തുണിക്കടയിൽ ചെല്ലുമ്പോൾ കാണുമോ, പിന്നെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ തുണി എടുത്ത് തയ്പ്പിക്കുമോ, പെട്ടെന്ന് തയ്ച്ച് കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള അവരുടെ സംശയങ്ങളാണ്. റെഡിമെയ്ഡ് എടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഞാൻ കൂടുതലും പിന്നെ പണ്ട് സ്കൂളിലങ്ങനെ പഠിക്കുമ്പം ഇത് തയ്ച്ച് തന്നല്ലാതെ ഞാൻ അങ്ങനെ തയ്യക്കടയിൽ കയറി തയ്പ്പിച്ചൊന്നും ഞാൻ പഠിച്ചില്ല. ഞാൻ ഫുള്ള് റെഡിമെയ്ഡ് എടുക്കുന്നത്, പിന്നെ ജസ്റ്റ് ആൾട്ടർ ചെയ്യത്തുള്ളൂ. അതെ. അപ്പം നമ്മളും വെയിറ്റിംഗ് ആണ്. ഞങ്ങളെ വിളിക്കൂ കല്യാണത്തിന്. ഇൻബോക്സ് ചറ പറയാന്ന് ചേട്ടാ കല്യാണത്തിന് വിളിക്കുന്നത്. അതെ, എല്ലാവർക്കും ഇഷ്ടമാണ് കല്യാണം കാണാനും ഒക്കെ. വെയിറ്റിംഗ് ആണ്. അതെ, ട്രിവാൻഡ്രത്ത് വെച്ചായിരിക്കില്ലേ കല്യാണം? ഇവരുടെ നാട്ടിലായിരിക്കും. അതെ, അവിടെ നമ്മുടെ കുണ്ടറ നൂർനാട് വെച്ചിട്ട്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ വെയിറ്റിംഗ് ആണ്. ഒരുപാട് സന്തോഷം ഇത്രയും നേരം നിങ്ങളടുത്ത് സംസാരിക്കാൻ പറ്റിയതിൽ. ഞാൻ സത്യം പറഞ്ഞാല് ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വെയിറ്റിംഗ് ആയിരുന്നു നിങ്ങളെ നേരിട്ട് കാണാനും. നമുക്ക് ഫോൺ കാണുമ്പോൾ ഭയങ്കര സ്നേഹം തോന്നാറുണ്ട്. അപ്പം ഞാൻ ആദ്യം കണ്ടപ്പോഴേ അതാ പറഞ്ഞത്, ഭയങ്കര സുന്ദരിയാണല്ലോ കാണാനെന്ന്. അപ്പോൾ എന്തായാലും രണ്ടാളും ഒരുപാട് വർഷം ഇതേപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കും. ദേഷ്യമൊക്കെ കുറയ്ക്ക്, ക്ഷമയല്ലേ? ക്ഷമ കൂടട്ടെ, ദേഷ്യം കുറയട്ടെ, ക്ഷമ കൂടട്ടെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു.